നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനായി 2000 രൂപയുടെ വിതരണം എപ്പോഴാണ് ഉണ്ടാവുക? അതുപോലെ തന്നെ തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വന്ന കമൻറ്റ് മസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച്. അതിലൊന്ന് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ നൽകേണ്ട വരുമാന സർട്ടിഫിക്കറ്റിനെ കുറിച്ചായിരുന്നു. അതിലൊന്ന് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. 80 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 90 വയസ്സായ ആളുകൾക്ക് എന്ത് വരുമാനമാണ് ഉണ്ടാവുക? അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് മറ്റു വരുമാനമില്ലെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ളത്. നമുക്കറിയാം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. അവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നത് സർക്കാർ ഒരു വരുമാനമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അത് ചിലവുണ്ടെങ്കിൽ പോലും അവരുടെ വരുമാനം 2000 രൂപയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2000 രൂപയുടെ വരുമാന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അവിടെ ഹാജരാക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവർക്ക് മറ്റു വരുമാനമില്ല എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സത്യാമൂല്യം നമ്മൾ ഹാജരാക്കേണ്ടി വരും. നമുക്ക് വരുമാനമില്ല, മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ വഴി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു സത്യാമൂല്യം നൽകാറുണ്ട്. നമുക്കുള്ള വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് ആ സത്യാമൂല്യത്തിൽ നമ്മൾ നൽകാറുള്ളത്. അത് നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മൾ വരുമാനമില്ല എന്ന് സത്യാമൂല്യം കൊടുത്താൽ മതിയാകും. അപ്പോൾ അവർ കുറഞ്ഞ രൂപത്തിലുള്ള വരുമാന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ വരുമാനമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റോ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അങ്ങനെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അവർ വീണ്ടും വിവാഹിതയായിട്ടുള്ള സത്യാമൂല്യം നൽകണം. ഇത് എന്നാണ് നിങ്ങൾക്ക് 60 വയസ്സാകുന്നത് ആ ദിവസം വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സത്യാമൂല്യം നൽകണം. ഇത് നൽകാത്ത ആളുകൾ അതും കൂടി നൽകുക. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്രൂവലായി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അവർ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. അതെന്താണ് മസ്റ്റിംഗ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി തന്നെ നിങ്ങൾക്ക് മാർച്ച് മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിങ്. പക്ഷേ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാർ മസ്റ്ററിങ് എന്ന് ചെയ്യണമെന്നുള്ള ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മസ്റ്ററിങ് ചെയ്യാറ്. ആ സമയത്ത് തന്നെയായിരിക്കും അവരും മസ്റ്ററിങ് ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാത്തത്. ഇപ്പോൾ അവർ മറ്റു കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനും മാർച്ച് മാസത്തിൽ വിതരണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇലക്ഷൻ ആയിട്ടുണ്ട്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പെൻഷൻ വിതരണം തടസ്സമുണ്ടാകില്ല. നാളെ മുതൽ തന്നെ അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം തുടങ്ങുകയാണ്. 25-ാം തീയതി മുതൽ തന്നെ പെൻഷൻ തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.